അയ്യപ്പനെ ഗ്ലോബലൈസേഷൻ ചെയ്യാൻ ശ്രമിക്കുകയാണ് പിണറായി സർക്കാർ എന്നാണ് തോന്നുന്നത്. കാരണം അയ്യപ്പന് കുറച്ചുകൂടെ ഖ്യാതി കിട്ടട്ടെ എന്ന് കരുതിക്കൊണ്ടാണ് അയ്യപ്പ സംഗമം നടത്തിയത് എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും അയ്യപ്പനാണ് ഇപ്പോഴത്തെ താരം. ഒരു കാലഘട്ടത്തിൽ അവർ അയ്യപ്പനെ ഉപയോഗിച്ച് വോട്ട് നേടാൻ ശ്രമിച്ചു. അതിനെതിരെ ഒരു പറ്റം വിശ്വാസികൾക്കെതിരെ കേസെടുത്തു. ആ കേസുകളുമായിട്ട് ഇപ്പോഴും ആ വിശ്വാസികളെല്ലാം അതിന് മുൻനിരയിൽ നിന്നവർക്കൊക്കെയും ആ കേസുകളുമായിട്ട് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് മുഖ്യമന്ത്രിക്ക് വീണ്ടും തോന്നിയത് ഇതുമ്പോൾ തന്നെ വീണ്ടും തൊടാം, ഇതാകുമ്പോൾ കുഴപ്പമില്ല, പെട്ടെന്ന് എല്ലാവരും അറിയുന്നുണ്ട് എന്ന് തോന്നിക്കൊണ്ട് ശബരിമല. പക്ഷേ അയ്യപ്പൻ ചില സൂചനകൾ, അതായത് എന്താ പറയുക, ചില സൂചനകൾ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അവിടെ നടക്കുന്ന മോഷണം ഉൾപ്പെടെ അങ്ങനെ വേണമെങ്കിൽ പറയാമല്ലോ, അവിടെയുള്ള സ്വർണ്ണ പാളികൾ ഉൾപ്പെടെ ചെമ്പാകുന്നു. ഇതൊന്നും സാക്ഷാൽ അയ്യപ്പൻ നടത്തുന്നതല്ല എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. ഈ വിറ്റുതിന്നൽ എത്ര നാള് പോകുമെന്നാണ് നമുക്ക് പറയാൻ കഴിയുക? അയ്യപ്പന് ഖ്യാതി ഉണ്ടാക്കുക എന്നുള്ളതല്ല, അയ്യപ്പനെ ഉപയോഗിച്ചുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയം ഉണ്ടാക്കാൻ കഴിയുമോ എന്നാണ് ശ്രമിക്കുന്നത്. ഈ സർക്കാരിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ച്, ഏറ്റവും ആദ്യത്തെ ഇടതുപക്ഷ സർക്കാർ എങ്ങനെയാണ് അധികാരത്തിൽ വന്നത് എന്നുള്ളതാണല്ലോ കേരളത്തിൽ ആലോചിക്കേണ്ടത്. ശബരിമലക്ക് തീവയ്പ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്ന ആ കാലഘട്ടത്തിൽ 56-57 കാലഘട്ടത്തിൽ ചർച്ചയുണ്ട്. ആ ചർച്ചയിൽ നിന്നാണ് പ്രധാനമായും ആദ്യത്തെ EMS ഗവൺമെൻറ് ഉണ്ടാകുന്നതിൻ്റെ കാലഘട്ടത്തിൽ പ്രചരണം നടക്കുന്നത്. ഇപ്പോഴത്തെ സർക്കാർ രണ്ടാമത് എങ്ങനെയാണ് അധികാരത്തിൽ വന്നത് എന്നുള്ളതാണല്ലോ ഒരു പ്രധാനപ്പെട്ട വിഷയം. ഈ സർക്കാർ രണ്ടാമതും അധികാരത്തിൽ വരാൻ വേണ്ടി ഉണ്ടായ പ്രധാനപ്പെട്ട വിഷയം അയ്യപ്പനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ശബരിമലയിലേക്ക് സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ചർച്ചകളിൽ പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ടിട്ടുള്ള, അതായത് തങ്ങൾക്ക് ലഭിക്കാത്ത വോട്ടുകൾ തങ്ങൾ ഇവിടുത്തെ ഹൈന്ദവ വിഭാഗത്തിന്, RSSന്, അതുപോലെ തന്നെ ഹിന്ദു വിശ്വാസങ്ങൾക്ക് ഞങ്ങളെതിരാണ്, ഇടതുപക്ഷം എതിരാണ് എന്നുള്ള ഒരു വലിയ പ്രചരണം, ആ പ്രചരണം നടത്തിക്കൊണ്ട് മറ്റ് വിഭാഗങ്ങളുടെ വോട്ടുകൾ നേടിയെടുക്കുക എന്നുള്ള ഒരു അജണ്ടയാണ് ആ രണ്ടാമതുള്ള സർക്കാർ വരുന്നതിന് മുൻപ് നടത്തിയ പ്രചരണം. ഇപ്പോൾ അതിൽ വിശ്വാസക്കുറവുണ്ട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അന്ന് നടത്തിയിട്ടുള്ള പ്രചരണം രണ്ടാമത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വന്നപ്പോൾ പരാജയപ്പെട്ടു. BJPക്ക് MP ജയിക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ സ്വാഭാവികമായും കേരളത്തിലെ ഒരു രാഷ്ട്രീയ മണ്ഡലത്തിൽ ഒന്നുകിൽ അയ്യപ്പൻ അനുകൂലമായോ അയ്യപ്പനെതിരായിട്ടോ ഉള്ള ഒരു രാഷ്ട്രീയത്തെ മുന്നിൽ നിർത്തുക എന്നുള്ളതാണ്. ആദ്യം എതിരായ രാഷ്ട്രീയത്തെ പരീക്ഷിച്ച് ഒരു ഭരണം പിടിക്കാനുള്ള ശ്രമം നടത്തി. അന്ന് ഏതെങ്കിലും തരത്തിൽ സഹായിച്ചു എന്ന് പറയുന്ന വിശ്വസിക്കുന്ന വിഭാഗങ്ങൾ ഇന്ന് കൂടെയില്ല എന്ന് ബോധ്യപ്പെടുമ്പോൾ സ്വാഭാവികമായും പിന്നെ അയ്യപ്പനല്ലാതെ ഒരു ശരണമില്ല. അപ്പം നമ്മൾ അയ്യപ്പൻ തുണച്ചിട്ടുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ ഈ സർക്കാരിനെ രണ്ടാമതും അയ്യപ്പൻ വീണ്ടും ചർച്ചയിലേക്ക് കൊണ്ടുവരികയാണ്. അത് ഭഗവാന്റെ തന്നെ ഒരു പക്ഷേ ധർമ്മശാസ്താവിൻ്റെ തന്നെ ഒരു ലീലാവിലാസത്തിൻ്റെ ഭാഗമാകാം. ഉദാഹരണത്തിന് ഒരു കാലഘട്ടത്തിൽ ശബരിമലക്കെതിരെ ശക്തമായിട്ടുള്ള വിശ്വാസത്തിനെതിരെ, വിശ്വാസ സംവിധാനങ്ങൾക്കെതിരെ നിരന്തരമായി പ്രചരണം നടത്തുക. അതേ ആളുകൾ തന്നെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വിശ്വാസത്തെ സംരക്ഷിക്കാൻ വേണ്ടി പ്രചരണം നടത്തുക. ഇത് രണ്ടാണ്. അപ്പോൾ 4 വർഷം മുൻപ് നമ്മൾ കാണുന്നത് വിശ്വാസത്തെ മുഴുവൻ ഇല്ലാതെയാക്കുക, വിശ്വാസത്തെ മുഴുവൻ തകർക്കുക, വിശ്വാസത്തെ മുഴുവൻ അടിച്ചമർത്തുക, വിശ്വാസികളായിട്ടുള്ള ആളുകളെ മുഴുവൻ തന്നെ ജയിലിൽ പിടിച്ചിടുക, അവർക്കെതിരെ എല്ലാം കേസുകൾ എടുക്കുക. അങ്ങ് സൂചിപ്പിച്ചതുപോലെ 10,000-ലധികം കേസുകളാണ് എടുത്തിട്ടുള്ളത്. കേരളത്തിൽ 10,000-ലധികം കേസുകളാണ് പല വിഷയങ്ങളിലായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 വർഷക്കാലത്തിനിടയിൽ എടുത്തിട്ടുള്ളത്. ആയിരക്കണക്കിന് ആളുകൾക്കെതിരെ, വിശ്വാസികൾക്കെതിരെ. അപ്പോൾ ഒരു സമൂഹം മുഴുവൻ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പടപൊരുതൽ നടത്തുമ്പോൾ ആ വിശ്വാസി സമൂഹത്തെ മുഴുവൻ തന്നെ ഇല്ലാതെയാക്കാൻ അല്ലെങ്കിൽ എതിർക്കാൻ, അവരുടെ വിശ്വാസത്തെ തകർക്കാൻ ഉള്ള ശ്രമം നടത്തുക, അതിൽ നിന്ന് ഒരു രാഷ്ട്രീയം ഉണ്ടാക്കുക. തിരിച്ച് ഇപ്പോൾ ചെയ്യുന്നത് അതേ വിശ്വാസത്തെ തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് തങ്ങൾ അതിനു വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് വരുത്തി തീർക്കുക. ഇപ്പോൾ ശബരിമലയിൽ അയ്യപ്പ സംഗമം നടത്തി. അയ്യപ്പ സംഗമം നടത്തുമ്പോൾ ഏതെങ്കിലും ഒരു വൃശ്ചിക മാസം 1-ാം തീയതിയോ, ഇനി ഏതെങ്കിലും ഒരു മലയാള മാസം 1-ാം തീയതിയോ, ഇനി മണ്ഡല കാലഘട്ടത്തിലോ മകരവിളക്ക് കാലഘട്ടത്തിലോ ഒരു ദിവസമോ ആണ് അയ്യപ്പ സംഗമം നടത്തുന്നതെങ്കിൽ ഒരു അയ്യപ്പ സംഗമത്തിൽ എത്ര ലക്ഷം ആളുകളുണ്ടാകും? എത്ര ആയിരം ആളുകളുണ്ടാകും? പമ്പാതീരത്ത് വെറുതെ മൈക്ക് വെച്ചാൽ പോരെ, എത്ര ആയിരക്കണക്കിന് ആളുകൾ അയ്യപ്പ സംഗമത്തിൻ്റെ ഭാഗമായി അയ്യപ്പന്മാരായിട്ടുണ്ടാകും?
ഇത് നടത്തുന്നത് ഒരു എയർ കണ്ടീഷൻ റൂമിൽ അയ്യപ്പന്മാരാണ്, അയ്യപ്പ വിശ്വാസത്തെ സംരക്ഷിക്കുന്നവരാണ് എന്ന്. ടെക്നോളജി ആട്ടോ. അതെ 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 ഏറ്റവും ടെക്നോളജിയിലാണ് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ പമ്പയിൽ അത് നടക്കുമ്പോൾ സ്വാഭാവികമായും അതിനുവേണ്ടി ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള പണം അതെത്രയും ആവട്ടെ, അതിനെ സംബന്ധിച്ചല്ല നമ്മുടെ പ്രശ്നമുള്ളത്. അതിൽ വിശ്വാസികൾ ഉണ്ടായിരുന്നോ എന്നുള്ളതാണ്. ഇപ്പോൾ ശബരിമലയിൽ അയ്യപ്പ സംഗമത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രചരണം നടത്താനുള്ള സംഗമം നടക്കുമ്പോൾ അതിൽ വിശ്വാസികൾ എത്ര പേരുണ്ടായിരുന്നു? അതിൻ്റെ ഉദ്ഘാടകൻ വിശ്വാസിയായിരുന്നു. അതിൽ പങ്കെടുത്തിട്ടുള്ള എത്ര പേർ വിശ്വാസികളാണ്? അതിലെങ്ങനെയാണ് മുദ്രാവാക്യം വിളിക്കപ്പെട്ടിട്ടുള്ളത്? ശരണം വിളിക്കുന്ന ഏതിൻ്റെ രൂപത്തിലാണ്? മുദ്രാവാക്യം വിളിക്കുന്നതിൻ്റെ രൂപത്തിലാണ്. എങ്ങനെയാണ് നമ്മൾ ശബരിമലയെ കാണുന്നത് അല്ലെങ്കിൽ വിശ്വാസത്തെ കാണുന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമല്ലേ. അപ്പോൾ സ്വാഭാവികമായും അതിൽ കാണുന്ന ഒരു വിഷയം ഒരു പ്രചരണത്തിനുള്ള ആയുധമായി അയ്യപ്പനെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. പക്ഷേ അധികം താമസം വന്നില്ല, 2 ആഴ്ച പോലും എടുത്തില്ല. 5 വർഷം മുൻപ്, അതായത് ശബരിമലയിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ, വിശ്വാസത്തിന് ഏറ്റവും കൂടുതൽ തർക്കങ്ങൾ ഉണ്ടാക്കിയ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം നടക്കുന്ന 2019. അതാണ് ഇനി ഈ വിശ്വാസത്തിൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നതാണ്. ലക്ഷങ്ങളാണല്ലോ വിശ്വാസികളായിട്ടുള്ളത്. അങ്ങനെ ലക്ഷക്കണക്കിന് വരുന്ന വിശ്വാസികളുടെ പൂജയുടെയും പ്രാർത്ഥനയുടെയും എല്ലാം ശക്തിയായിരിക്കാം ഒരു പക്ഷേ. അതേ 2019 അങ്ങ് സൂചിപ്പിച്ച് ഈ സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള ദേവസ്വത്തിൻ്റെ ഉത്തരവിറങ്ങുന്നത്. 2019 ഓഗസ്റ്റ് മാസത്തിൽ ഉത്തരവിറങ്ങുന്നു. അത് കൊണ്ടുപോകുന്നു. 40 ദിവസത്തോളം അത് കൊണ്ടുപോകുന്ന ആളെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. ഉദാഹരണത്തിന് സർക്കാർ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ഒരു തീരുമാനമെടുത്ത് അത് പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ തീർക്കുന്നതിനോ പണി ചെയ്യുന്നതിനോ ആണല്ലോ ഇത് കൊണ്ടുപോകുന്നു എന്ന് പറയുന്നത്. പൂശുക, സ്വർണം വീണ്ടും ഒന്നുകൂടി ക്ലാരിറ്റിയോടുകൂടി വരുത്താൻ വേണ്ടി ശ്രമം നടത്തുക എന്നുള്ളതാണ്. 38 കിലോ സ്വർണം ഉപയോഗിച്ചു എന്നാണല്ലോ പറയുന്നത്. അത് സ്വർണം പൂശുന്നതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള കിലോ കണക്കിനുള്ള സ്വർണ്ണമാണ് സൂചിപ്പിക്കുന്നത്. ഇത് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായും അതിനുള്ള നടപടിക്രമങ്ങൾ, അതിൻ്റെ കണക്കുകൾ ഇതൊക്കെ കൃത്യമായി ഉണ്ടാവണ്ടേ? അപ്പോൾ അതെല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അതിനെയെല്ലാം അതിൻ്റെ ചട്ടക്കൂടുകൾ, ദേവസ്വം ബോർഡിൻ്റെ ചട്ടക്കൂടുകളുണ്ട്, നിയമങ്ങളുണ്ട്, നിയമാവലികളുണ്ട്, അതിനെല്ലാം തകർക്കുകയാണ്, അതിനെല്ലാം മാറ്റിവെക്കാൻ. ഇപ്പോൾ ദേവൻ്റെ ഏതെങ്കിലും ഒരു മുതൽ, അത് ശബരിമലയിലാണെങ്കിലും മറ്റേത് ക്ഷേത്രത്തിലാണെങ്കിലും അതിനെ സംബന്ധിച്ചുള്ള പണി നടക്കുന്നത് എവിടെയാണ്? സ്വാഭാവികമായും ആ ക്ഷേത്ര പരിസരത്തോ ക്ഷേത്രത്തിനകത്തോ ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലത്തിനകത്തോ നാലമ്പലത്തിനകത്തോ വരുന്ന പ്രദേശങ്ങളിലാണ് നടക്കേണ്ടത്. അതിന് ഈ ദേവസ്വം ബോർഡിൻ്റെ മാനുവലിലും ദേവസ്വം ബോർഡിൻ്റെ ചട്ടക്കൂടിലും അതിന് കൃത്യമായ വ്യവസ്ഥയുണ്ട്. ക്ഷേത്രത്തിന് പുറത്തു കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ 18-ാം പടിക്ക് താഴെ പോലും അത് കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ അറ്റകുറ്റപ്പണികൾ നടത്തണമെങ്കിൽ പോലും. പക്ഷേ അതെല്ലാം മാറ്റിവെച്ച് പുറത്ത് കൊണ്ടുപോകുന്നു. ഏതാണ്ട് 40 ദിവസത്തോളം അത് പുറത്ത് ഇരിക്കുന്നു. അതിനുശേഷം അത് തിരിച്ചു കൊണ്ടുവരുന്നു. ഇവിടെ ഒരു ദൈവിക ശക്തി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണല്ലോ അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം. അതുകൊണ്ടാണല്ലോ ഇത്രയും വലിയ കളവ്, ഇത്രയും വലിയ കൃത്രിമത്വം, ഇത്രയും വലിയ അനാസ്ഥ ഇതെല്ലാം ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ്. ഇതെങ്ങനെ പുറത്തു വരുന്നു? ഇത് ദേവസ്വം ബോർഡ് പുറത്തു കൊണ്ടുവന്നതല്ല, ഇത് സർക്കാർ പുറത്തു കൊണ്ടുവന്നതല്ല, ഇത് പുറത്തു കൊണ്ടുവന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ്. അതാണ് പ്രധാനപ്പെട്ട വിഷയം. ഇതിൻ്റെ ദ്വാരപാലകരുടെ സ്വർണം പൂശിയിട്ടുള്ള തകിടാണെങ്കിലും ഇനി അതല്ല ശ്രീകോവിലിനകത്തുള്ള തകിടുകളാണെങ്കിലും ഇതൊക്കെ ഹൈക്കോടതിയാണ് ഇതിൽ തെറ്റായ നടപടി നടന്നിരിക്കുന്നു എന്ന് കണ്ട് റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജിയെയും ജില്ലാ ജഡ്ജിയെയും അതിൻ്റെ കണക്കെടുപ്പിനും അതിൻ്റെ കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പം ഒരു റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജിയെ തന്നെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ക്ഷേത്രത്തിലെ വരവുകളെ സംബന്ധിച്ച്, സ്വർണത്തിൻ്റെ വരവിനെ സംബന്ധിച്ച്, അവിടെയുള്ള ആസ്തികളെ സംബന്ധിച്ച്, അവിടെയുള്ള നടപടികളെ സംബന്ധിച്ച് പരിശോധന നടത്തണം. അത് സുതാര്യമായി കൃത്യമായി യാതൊരു തരത്തിലുള്ള ഒരു വ്യത്യാസവുമില്ലാതെ അത് പൂർത്തിയാക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഹൈക്കോടതി റിട്ടയേർഡ് ജഡ്ജിയുടെ മേൽനോട്ടം വേണം എന്ന് കോടതിക്ക് തോന്നുന്ന സാഹചര്യം ഏതാണ്? ഈ ഭരണ സംവിധാനത്തിനെയോ ഈ ദേവസ്വം ബോർഡ് ഭരണ സംവിധാനത്തിനെയോ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളെയോ ഒരിക്കലും വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ ആ തരത്തിലുള്ള നടപടിയിലേക്ക് പോകുന്നത്. അവിടെ ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണറുണ്ട്. അവിടെ ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണറെ പോലും അറിയിക്കാതെ ദേവസ്വം തിരുവാഭരണ കമ്മീഷണറുണ്ട്, അവരെ അറിയിക്കാതെ അവരുടെ ഒന്നും ശ്രദ്ധയിൽപ്പെടുത്താതെ ഇത് നടപടികളുമായി മുന്നോട്ട് പോകുകയാണ് ദേവസ്വം ബോർഡ്. അപ്പോൾ ഇതിൽ നടന്നിട്ടുള്ളൊരു കളവ്, കള്ളത്തരം എന്നുള്ളത് എത്രയാണ് അതിൻ്റെ വ്യാപ്തി എന്നുള്ളത് ഇനി ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിശ്ചയിച്ച സമിതി അതിൻ്റെ അന്വേഷണം നടത്തി കോടതിക്ക് കൈമാറി അതിൻ്റെ കാര്യങ്ങൾ പുറത്തു വരുമ്പോഴേ നമുക്കറിയാൻ കഴിയും. ഭക്തരെ സംബന്ധിച്ച് അപ്പോഴറിയാം. കാരണം ഭക്തർക്ക് നേരിട്ട് ഒരു ആക്സസ് ഇല്ലാത്ത സ്ഥലമാണിതെല്ലാം.
ഇപ്പോൾ ശ്രീകോവിൽ ഭക്തർക്ക് ആക്സസ് ഇല്ലാത്ത സ്ഥലമാണ്. ദേവസ്വത്തിൻ്റെ ഏതെങ്കിലും സ്വത്തുക്കൾ, അതിലും ഭക്തർക്ക് നേരിട്ട് ആക്സസ് ഇല്ല. ഭരണ സംവിധാനത്തിൽ ഇരിക്കുന്നവർക്ക് മാത്രമേ അത് കൈകാര്യം ചെയ്യാൻ വേണ്ടി കഴിയൂ. അല്ലെങ്കിൽ തന്ത്രിയോ മേൽശാന്തിയോ അത് അറിഞ്ഞുകൊണ്ട് വേണം ചെയ്യാൻ. ഇവിടെയും അത് പൂർത്തിയാക്കപ്പെട്ടിട്ടില്ല എന്നാണല്ലോ പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന് നടപടിക്രമം ഉണ്ടാകണമല്ലോ. അപ്പോൾ ഏതെങ്കിലും വ്യക്തികൾക്ക് ഇത് കൊണ്ടുപോയാൽ അതിവിചിത്രനായിട്ടുള്ള മനുഷ്യനാണ്. കാരണം ദേവസ്വത്തിൻ്റെ മേൽശാന്തിയല്ല, ദേവസ്വത്തിൻ്റെ ഉദ്യോഗസ്ഥനല്ല, തന്ത്രി കുടുംബത്തിലെ ആളല്ല, ദേവസ്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ചുമതലപ്പെടുത്തി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരാളല്ല. അപ്പോൾ സ്പോൺസർഷിപ്പ് കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. നമ്മൾക്ക് എത്രത്തോളം ഗൗരവത്തോടുകൂടി കാണേണ്ട ഒരു വിഷയമാണ് എന്നുള്ളതാണ്. അയ്യപ്പന് വേണ്ടി സ്പോൺസർഷിപ്പ് കൊണ്ടുവരിക. ഈ രാജ്യത്തെ ലോകത്തിലെ ലക്ഷോപലക്ഷം വരുന്ന ആളുകൾ കാണിക്കയിടുന്നതും ലക്ഷോപലക്ഷം വരുന്ന ആളുകൾ വിശ്വാസ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ സ്വയം സമർപ്പിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ, അവിടെ വരുന്ന പണം, അവിടെ വരുന്ന സ്വത്തുക്കൾ, സ്വർണം, മറ്റ് വിലപിടിപ്പുള്ള ആഭരണങ്ങൾ, ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആകെ വരുന്ന ഈ സ്പോൺസർഷിപ്പിൻ്റെ എത്രയോ ഇരട്ടിയും 10 ഇരട്ടിയുമാണ് എന്നുള്ളത് കണക്കാക്കപ്പെടേണ്ടതല്ലേ. ഇനി ഏതെങ്കിലും ഒരാൾ സമർപ്പണം നടത്തുന്ന, അയ്യപ്പന് സമർപ്പണം നടത്തുന്നത് ആരെങ്കിലും സ്പോൺസർ ചെയ്യിപ്പിക്കാൻ ശ്രമമെടുത്തുകൊണ്ടാണ്? അല്ലല്ലോ. ആളുകളെല്ലാം അവരുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്വയം ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സ്പോൺസർ എന്നുള്ള രീതിയിലേക്ക് ആളുകൾ വരുമ്പോൾ അതിനർത്ഥം അവിടെ എന്തോ ഒരു ബിസിനസ് ചെയ്യുന്നു. എപ്പോഴാണ് സ്പോൺസർ ഉണ്ടാവുക? നമുക്ക് ബിസിനസ് വരുമ്പോഴാണ്. ബിസിനസ് ഇല്ലെങ്കിൽ എന്തിനാണ് സ്പോൺസർ? വിശ്വാസത്തിൽ എന്തിനാണ് സ്പോൺസർ? ഭഗവാൻ എന്തിനാ സ്പോൺസർ? അപ്പോൾ സ്വാഭാവികമായി സ്പോൺസർ ഉണ്ടാകുന്നത് ബിസിനസ് ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ അവിടെ ഒരു ബിസിനസ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആര് വഴിയാണ് ഈ ബിസിനസ് നടക്കുന്നത്? സ്പോൺസർ വഴിയാണ്. എന്താണ് ബിസിനസ്സിലെ ലാഭം? അവിടെ സ്പോൺസർക്ക് ഒരു വിഹിതം ഉണ്ടാവില്ല. സ്പോൺസർക്ക് എപ്പോഴും ഒരു വിഹിതം ഉണ്ടാവുമല്ലോ സ്വാഭാവികമായും. ഏതെങ്കിലും ഒരു ലാഭവിഹിതം ഉണ്ടാകണം. അതെവിടെ നിന്ന് വരുന്നു? എങ്ങനെ വരുന്നു? അപ്പോൾ ഭഗവാൻ ഈ തരത്തിലുള്ള അയ്യപ്പനെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമുള്ളത് ശബരിമലയിലെ ശാസ്താവിനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ആളുകളുടെ പ്രചരണത്തിൻ്റെ ആവശ്യമില്ല. അത് അയ്യപ്പ ഭക്തന്മാർ ലക്ഷോപലക്ഷം വരുന്ന, വർഷാവർഷം കൂടി വരുന്ന അയ്യപ്പ ഭക്തന്മാരുടെ ശക്തിയും അവരുടെ തലമുറകളായിട്ടുള്ള പ്രവർത്തനവുമാണ് അതിൻ്റെ ചൈതന്യം എന്ന് പറയുന്നത്, ക്ഷേത്രത്തിൻ്റെ ചൈതന്യം എന്ന് പറയുന്നത്. അവിടെ ഏതെങ്കിലും തരത്തിലൊരു വ്യക്തി പണമായിട്ടോ സ്വർണമായിട്ടോ ദ്രവ്യങ്ങളായിട്ടോ സ്പോൺസർ ചെയ്യിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് ചിന്തിക്കപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം. ഇനി അതിൽ ദേവസ്വം ബോർഡ് എന്തെങ്കിലും ഒരു നടപടിയെടുത്താൽ അതിന് സുതാര്യത വേണ്ടേ? ദേവസ്വം മാനുവലിലെ റൂൾ 38 കൃത്യമായി പറയുകയാണ് അവിടെ എന്താണ് നടപടി ചെയ്യേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച്. ഇതെല്ലാം അട്ടിമറിക്കപ്പെട്ടു. എല്ലാ സംവിധാനങ്ങളും അട്ടിമറിക്കപ്പെട്ടു. ദേവസ്വത്തിൻ്റെ സ്വത്തെടുത്ത് പുറത്തു കൊണ്ടുപോകാൻ, ദേവൻ്റെ സ്വത്തെടുത്ത് പുറത്തു കൊണ്ടുപോകാൻ, ദേവൻ മൈനറാണ്. നമ്മുടെ ഹിന്ദു വിശ്വാസം അനുസരിച്ച് കോടതി നടപടികളിൽ ദേവൻ മൈനറാണ്. ഏത് ക്ഷേത്രത്തെ സംബന്ധിച്ചും ദേവനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവിടുത്തെ പ്രതിഷ്ഠയെ സംബന്ധിച്ച് അത് മൈനറാണ്. അതിൻ്റെ സ്വത്ത് കൈകാര്യം ചെയ്യാനുള്ള അവകാശം മാത്രമേ ഏത് ഭരണസമിതിക്കുമുള്ളൂ. എടുക്കാനുള്ള അവകാശമോ തിരിച്ചുപയോഗിക്കാനുള്ള അവകാശമോ വിൽപ്പന നടത്താനുള്ള അവകാശമോ ഇല്ല. അതിന് നടപടിക്രമങ്ങളുണ്ട്. അതെല്ലാം അട്ടിമറിക്കപ്പെട്ടു. എന്നിട്ട് കൈ കഴുകുക. ഭരണകൂടം പറയുകയാണ് ഇത് അന്വേഷണം നടക്കട്ടെ. കുറ്റവാളികൾ ആരാ കുറ്റവാളികൾ? അകത്തുള്ള ആളുകളെ കുറ്റവാളികൾ, കൂടെ നിൽക്കുന്ന ആളുകളാണ് കുറ്റവാളികൾ, ഇത് ഭരണം നടത്തുന്ന ആളുകളാണ് കുറ്റവാളികൾ. ആ കുറ്റവാളികൾ പുറത്തു കൊണ്ടുവരിക എന്നുള്ളതിൻ്റെ ചുമതലയല്ല സർക്കാരിനോ ഭരണകൂടത്തിനോ ദേവസ്വം ബോർഡിനോ ഉള്ളത്. കുറ്റവാളികൾ പുറത്തു പോവുക എന്നുള്ളതാണ്. കുറ്റവാളികൾ വീണ്ടും ഓടെ നിന്നുകൊണ്ട് ആരെ പിടിക്കാനുള്ളത്? സ്വയം കുറ്റം ചെയ്ത ആളുകൾ പുറത്ത് നിന്നിട്ട് കുറ്റവാളികളായിട്ടുള്ള ആളുകൾ പറയുകയാണ് പുറത്തു വരട്ടെ. ആരാ പുറത്തു വരാനുള്ളത്? ഈ പറയുന്ന ആളുകളാണ് പുറത്തു വരാനും പുറത്തു പോകാനുമുള്ളത്. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള നടപടികൾ കൃത്യമായി സ്വീകരിക്കപ്പെടണം എന്നുള്ളതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.